ബിഗ് ബോസ് വീട്ടിനുള്ളിൽ രാവിലെ തന്നെ പലരും ബോധപൂർവം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മുൻപിൽ നിൽക്കുന്ന വ്യക്തി നമ്മുടെ രതീഷ് കുമാർ തന്നെയാണ്. പ്രൊവോക്കിംഗ് ഗെയിമാണ്. എല്ലാവരുടെയും പിറകിന് നടന്ന് അയാൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കുറച്ച് കഴിയുമ്പോൾ മറ്റുള്ളവർ ഇതിനോട് പ്രതികരിക്കുവാൻ തുടങ്ങും. ഇറിറ്റേറ്റ് ചെയ്യപ്പെട്ടവർ സംഘം ചേർന്ന് തിരിച്ചാക്രമിക്കും. അങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ അതിലൂടെ മാക്സിമം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാം, ഇരവാദം സൃഷ്ടിച്ചെടുക്കാം. അതിലൂടെ ഒരു കൂട്ടം ആൾക്കാരെ തൻ്റെ പക്ഷത്തേക്ക് ചേർക്കാൻ കഴിയും എന്ന ഒരു ചിന്തയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഷോ തുടങ്ങിയ സമയം മുതൽ ജാൻമണിയുടെ പിറകിന് നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ജാസ്മിൻ ജാഫറുമായിട്ട് ഉടക്കുവാനുള്ള പല ശ്രമങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. ഇന്ന് രാവിലെയും ഇതൊക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനിടയിൽ സംഭവിച്ചൊരു കാര്യം, ഈ കിച്ചണിൽ നിന്നുകൊണ്ട് ജാൻമണിയുടെ ഒരു പ്രത്യേകത, സിഗരറ്റ് ഇല്ലാതെ ജാൻമണിക്ക് നിൽക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ പിറകിന് നടന്ന് സിഗരറ്റ് താ എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും രാവിലെ കിട്ടിയ ഒരു സിഗരറ്റുമായിട്ട് നേരെ കിച്ചണിലെ ഗ്യാസ് സ്റ്റൗവിൽ നിന്നും സിഗരറ്റ് കൊളുത്തി. അതിനുശേഷം വലിക്കുവാൻ ആരംഭിക്കുകയാണ്. അവിടെ പ്രശ്നം ആരംഭിച്ചു. ഇവിടെയും രതീഷ് തന്നെയാണ് പ്രശ്നമുണ്ടാക്കുന്നത്. രതീഷ് പറഞ്ഞു ഇത് നിയമവിരുദ്ധമാണ്. അതെ, രതീഷ് പറഞ്ഞത് വളരെ കൃത്യമായൊരു കാര്യം തന്നെയാണ്. അവിടെ നിന്ന് പുകവലിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. പക്ഷെ പുല്ലുവില പോലും ജാൻമണി കൽപ്പിക്കുന്നില്ല. അവർ തിരികെയും ഉടക്കുവാനുള്ള ഭാവം തന്നെയാണ്. ഒടുവിൽ പല ആൾക്കാരും ഇടപെട്ട് കഴിഞ്ഞപ്പോഴേക്കും ജാൻമണി സ്മോക്കിംഗ് റൂമിലേക്ക് നടന്നു പോവുകയാണ്. ജാൻമണിയുടെ പിറകിന് പോയി അവിടെ പ്രശ്നമുണ്ടാക്കുകയാണ്. രതീഷ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിന് അടുപ്പിൽ നിന്നും സിഗരറ്റ് കത്തിച്ച്? അടുപ്പിനെ നമ്മൾ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അത് മാത്രവുമല്ല, ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന സാധനമാണെന്നറിയാമോ? ഇത് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിലോ? ഇത് പറഞ്ഞ അയാൾ വല്ലാതെ ഷൗട്ട് ചെയ്യുകയാണ്. അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്കത് മനസ്സിലാകുന്നുണ്ട് തെറ്റാണ് പറ്റിപ്പോയതെന്ന്. പക്ഷേ വീണ്ടും അവരെ കൂടുതൽ കടന്നാക്രമിക്കുവാൻ രതീഷ് ശ്രമിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ അൻസിബ വരുന്നു. അൻസിബ പറയുന്നത്, ഒന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞില്ലേ? അവർക്ക് മനസ്സിലായല്ലോ കാര്യം, നിർത്തിക്കൂടെ? നിങ്ങൾ എന്തിനാണ് ഈ പുറകിന് നടന്ന് പിന്നെയും പറയുന്നതെന്ന് പറയുമ്പോഴേക്കും അയാൾ പെട്ടെന്ന് അൻസിബയുമായിട്ട് ഉടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അൻസിബയോട് പറയുന്നു, ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയാണ് ഈ കളിക്കുന്നത്. നമുക്കൊക്കെ കുടുംബങ്ങളുള്ളവരാണ്, നമുക്കൊക്കെ ജീവനാണ് നഷ്ടപ്പെടുവാൻ പോകുന്നത് എന്ന രീതിയിൽ ഇതൊരു ഭയങ്കര പ്രശ്നമാക്കി മാറ്റുവാൻ ബോധപൂർവമായ ഒരു ശ്രമം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പറഞ്ഞ് കത്തിക്കേറിയപ്പോൾ ജാൻമണി രതീഷിന്റെ മുഖത്ത് നോക്കി ഭാ എന്നൊരൊറ്റയാട്ട്. അയാൾ തിരിച്ചും അതുപോലൊരാട്ടാട്ടി. അതിനുശേഷം സിജോ ആണ് വരുന്നത്. സിജോ വന്നിട്ട് പറയുകയാണ്, അവരെ നിങ്ങളെ ആട്ടിയപ്പോൾ നിങ്ങൾ അവരെയും തിരിച്ചാട്ടിയത് മോശമായി പോയി. അങ്ങനെ വന്നപ്പോൾ നിങ്ങളും അവരും ഒരേ കാറ്റഗറിയിൽപ്പെട്ടവരാണ് എന്ന് തെളിയിക്കുകയായിരുന്നില്ലേ? ഉടനെ രതീഷ് പറയുകയാണ്, എന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഞാനും ഇൻസൾട്ട് ചെയ്യും. എന്നോട് ഏത് രീതിയിലാണോ പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ചും പ്രതീക്ഷിക്കാം എന്ന് പറയുമ്പോൾ സിജോ പറയുകയാണ്, ഞാൻ മാന്യമായിട്ടാണ് പറഞ്ഞത്, എന്നോട് കൂടുതൽ ഉടക്കുകയൊന്നും വേണ്ട, ഞാൻ മാന്യമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും മാന്യമാണ് എന്ന് രതീഷ് പറയുന്നു. അവിടെ ആ പ്രശ്നമുണ്ടാകാതെ രക്ഷപ്പെട്ടു പോവുകയാണ്. ഒടുവിൽ സ്മോക്കിംഗ് റൂമിന്റെ അരികിലേക്ക് എന്നിട്ട് ജാൻമണിയോട് ആൾക്കാർ ഉപദേശിക്കുന്നുണ്ട്, അത് ചെയ്തത് തെറ്റാണ്. അവരത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ കുറ്റം ബിഗ് ബോസിൻ്റെതാണ് എന്ന് അവിടെ അവർ സ്ഥാപിക്കുകയും ചെയ്തു. കാരണം ലൈറ്റർ സ്മോക്കിംഗ് റൂമിൽ കൊണ്ടുവന്ന് വെക്കേണ്ടത് ബിഗ് ബോസിന്റെ കടമയായിരുന്നു. ബിഗ് ബോസ് അത് ചെയ്യാഞ്ഞത് കൊണ്ടാണ് അടുപ്പിൽ പോയി തീയെടുക്കേണ്ട ഗതികേടിലേക്ക് ജാൻമണി എത്തിക്കപ്പെട്ടത്. ചർച്ചകളും ചൂടൻ സംവാദങ്ങളും ഒക്കെ ഇപ്പോഴും വീട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ ഈ പ്രൊവോക്കിംഗ് ഗെയിം രതീഷിന് എത്രമാത്രം ഗുണം ചെയ്യും, എവിടെ വരെയോളം ഇതുമായിട്ട് മുൻപോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മുൻപുള്ള പല പ്രൊമോകളിലും ലാലേട്ടൻ അതിനെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഡാൻസറെ കൊണ്ട് കേസ് വാദിപ്പിക്കുകയും കലിപ്പൻ റോക്ക് സിംഗറെ കൊണ്ട് കച്ചേരി പാടിപ്പിക്കുകയും ശക്തി കൊണ്ട് കളിക്കുവാൻ വന്ന ഗുസ്തിക്കാരനെ ബുദ്ധി കൊണ്ട് കളിപ്പിക്കുവാൻ വേണ്ടി കൂച്ചുവലം കിട്ട് ചെസ് ബോർഡിന്റെ മുൻപിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തതുപോലെ ഇത്തരത്തിലുള്ള പഴയ സീസണിൽ വിജയിച്ച പല കാര്യങ്ങളും കണ്ടു പഠിച്ചതിന് ശേഷം വന്ന് വീണ്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് 8ന്റെ പണി കിട്ടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പ്. അങ്ങനെയുണ്ടെങ്കിൽ ഈ പരിപാടികൾക്ക് കൂച്ചുവിലങ്ങിടുവാൻ വേണ്ടി ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? ഇതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേഷനുമായി വേഗം എത്താം.